മലയാളക്കരയെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തയാണ് നടൻ സലീം കുമാറിൻ്റെ വിയോഗം. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ ചിറ്റാറ്റുകരയിൽ ഗംഗാധരൻ്റെയും കൗസല്യയുടെയും മകനായി ജനിച്ച അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ നടനും ജീവിതത്തോട് തന്നെ പോരാടിയ മനുഷ്യനുമാണ്. 5ാം ക്ലാസ് വരെ താനൊരു മുസ്ലിമായിരുന്നു എന്ന സലീം കുമാറിൻ്റെ വാക്കുകൾ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു. സഹോദരൻ അയ്യപ്പനുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. കൗമുദി മൂവീസിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സലീം കുമാറിൻ്റെ പരാമർശം. സഹോദരൻ അയ്യപ്പൻ്റെ പോരാട്ടങ്ങൾ അന്നത്തെ ഈഴവ കുടുംബങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിൽ ആകൃഷ്ടരായ അക്കാലത്തെ ചെറുപ്പക്കാർ അവരുടെ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത വിധം പേരുകളിട്ടു. സലീം, നൗഷാദ്, ജലീൽ എന്നിങ്ങനെയുള്ള പേരുകൾ. സലീം എന്ന തൻ്റെ പേര് തന്നെയാണ് സഹോദരൻ അയ്യപ്പനുമായുള്ള തൻ്റെ ബന്ധമെന്നും സലീം കുമാർ അന്ന് പറഞ്ഞിരുന്നു. കുമാർ എന്ന പേരിന് പിന്നിലും അദ്ദേഹത്തിന് ഒരു കഥയുണ്ടായിരുന്നു. തന്നെ ചിറ്റാറ്റുപുഴ LPSൽ ചേർക്കുന്നതിനായി അച്ഛനോട് സലീം എന്ന മുസ്ലിം പേരാണല്ലോ എന്ന് അധ്യാപകൻ ചോദിച്ചിരുന്നു. അച്ഛൻ അതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. തുടർന്ന് കുമാർ എന്നുകൂടി ചേർത്താൽ പേര് ശരിയാകുമെന്ന് അധ്യാപകൻ പറഞ്ഞു. അങ്ങനെ 5ാം ക്ലാസ് വരെ മുസ്ലിമായിരുന്ന ഞാൻ 5ാം ക്ലാസ്സിന് ശേഷം വിശാല ഹിന്ദുവായി എന്നും സലീം കുമാർ പറഞ്ഞു. തൻ്റെ നിലപാടുകളും രാഷ്ട്രീയവും തുറന്നു പറയാൻ മടിയില്ലാത്തതായിരുന്നു നടൻ സലീം കുമാർ. ഓരോ മലയാളികളെയും ചിരിപ്പിച്ച് അവസാനം ദേശീയ പുരസ്കാരം വരെ എത്തിയ അഭിനയ മികവ്. കാലം കടന്നുപോയാലും മലയാളത്തിൻ്റെ മണവാളനായി സലീം കുമാർ തുടരും. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്നലെ രാത്രി 10:43 അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. മൃതദേഹം രാവിലെ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ വീട്ടുവളപ്പിലേക്ക് കൊണ്ടുപോകും. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സംസ്കാരം നടക്കുമെന്നും അറിയുന്നു. താൻ മരിച്ചാൽ തൻ്റെ സംസ്കാര ചടങ്ങുകൾ മതപരമായ ഒരു രീതിയിലും നടത്താൻ പാടില്ലെന്നും അസ്ഥികൾ പുഴയിൽ ഒഴുക്കാൻ പാടില്ലെന്നും സലീം കുമാർ മുമ്പ് പറഞ്ഞിരുന്നു.